പത്തനംതിട്ട മുടിയൂർക്കോണം സ്വദേശിയായ ആകാശ് ശശിധരൻ നായർ സംസ്കാര ചടങ്ങ് ഉച്ചയ്ക്ക് ശേഷം നടക്കും. 8 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് ആകാശ്. അവസാനമായി 1.5 വർഷം മുമ്പാണ് ആകാശ് നാട്ടിലെത്തിയത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ, നമ്മൾ ഇന്നലെ ആദർശിൻ്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾക്കറിയാതെ കണ്ണീരടിഞ്ഞു പോയ നിമിഷങ്ങളാണത്. അമ്മയുടെ കാത്തിരിപ്പ്, ഈ ഓണത്തിന് വരാമെന്നുള്ള ഉറപ്പ്, അതെല്ലാം പാഴായി. ഓണത്തിന് മുൻപ് തന്നെ ആകാശെത്തി, പക്ഷേ ചേതനയേറ്റ ശരീരമായി എന്ന് മാത്രം. എപ്പോഴേക്കായിരിക്കും മൃതദേഹം വീട്ടിലെത്തിക്കുക? എപ്പോഴാണ് സംസ്കാര ചടങ്ങ്? അരുൺ, ആകാശ് ശശിധരൻ നായരുടെ ഭൗതിക ശരീരം 10:30 പന്തളം മുടിയൂർക്കോണത്തെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വീടിന് അടുത്ത് തന്നെയുള്ള ഏകദേശം ഒരു 500 മീറ്റർ മാറിയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തിക്കും. പിന്നീട് പൊതുദർശനം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. വീടിനകത്ത്, വീടിന്റെ മുൻവശത്തുള്ളത് ഈ സ്ഥലത്തായിരിക്കും ആകാശ് ശശിധരൻ നായർക്കായി ചിതയൊരുക്കുക. വീട്ടുകാരെല്ലാം വളരെ ദുഃഖാർത്തർ തന്നെയാണ്. വിവരം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ എല്ലാവരും വലിയ ദുഃഖത്തിലായിരുന്നു. ഈ കാണുന്ന വീട് നിർമ്മിച്ചത് ആകാശ് ശശിധരൻ നായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നല്ല ഒരു വീട് വേണമെന്നുള്ളത്. ഈ താഴത്തെ നില പണി പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് കുവൈറ്റിലൊക്കെ പോയി പതുക്കെ സമ്പാദ്യമൊക്കെ ഉണ്ടാക്കിയാണ് മുകളിലത്തെ നില കൂടി അദ്ദേഹം പണിതത്. അങ്ങനെ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം കാര്യക്ഷമതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു കുടുംബാംഗത്തെ തന്നെയാണ് നഷ്ടമായത്. അമ്മയെ സംബന്ധിച്ച്, ആകാശ് ശശിധരൻ നായരുടെ അമ്മയെ സംബന്ധിച്ച് ഏക മകനിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. 1.5 വർഷം മുമ്പാണ് ആകാശ് ശശിധരൻ നായർ ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് വന്നത്. അതിനുശേഷം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പറയുമായിരുന്നു ഓണം സമയത്ത് വീട്ടിലേക്ക് എത്തും. ഒരു വിവാഹം കഴിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയായിരുന്നു വീട്ടുകാരെല്ലാവരും. അമ്മയ്ക്കും മകൻ വിവാഹം കഴിച്ച് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇവിടെ ഈ അമ്മയ്ക്ക് 2 മക്കളാണുള്ളത്. ആകാശ് ശശിധരൻ നായരും ഒരു സഹോദരിയുമുണ്ട്. സഹോദരിയെ വിവാഹം കഴിച്ച് അയച്ചതാണ്. ആ അമ്മയെ സംബന്ധിച്ച് ആകാശ് ശശിധരൻ നായരുടെ പിതാവ് 4-ാം വയസ്സിൽ മരിച്ചതാണ്. പിന്നീട് അമ്മയാണ് ആ മകനെ, ഈ 2 മക്കളെയും വളർത്തിയത്. അമ്മ ഈ അടുത്ത സമയത്തും പന്തളത്തെ മെഡിക്കൽ സ്റ്റോറിൽ ജോലിക്ക് പോയിരുന്നു. അങ്ങനെ വളരെയധികം കഠിനാധ്വാനത്തോടുകൂടി ഒരു മകനെ വളർത്തി. ഈ മകൻ ഗൾഫിലാണെങ്കിൽ പോലും ആ അമ്മ അധ്വാനിച്ച് തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ കുവൈറ്റിലെ തീപിടുത്തത്തിൽ ആ മകനെ കൂടി നഷ്ടപ്പെട്ടപ്പോൾ അമ്മയുടെ ആ ദുഃഖം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാവരും തന്നെ ദുഃഖത്തിലാണ്. അമ്മയുടെ കാത്തിരിപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എല്ലാ പ്രവാസികളുടെ വീട്ടിലും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു അമ്മമാരുണ്ട് എന്നുള്ളതാണ്. ആ അമ്മമാരുടെ കാത്തിരിപ്പിലേക്കാണ് ഒടുവിൽ ഈ ആദർശ് വന്നു ചേരുന്നത്. അത് വേദനിപ്പിക്കുന്നതാണ്. പ്രവീൺ, ഞാൻ തിരിച്ചു വരാം. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ആദർശിൻ്റേത്.